നമസ്തേ, ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശനിയുടെ വക്രഗതിയെ പറ്റിയാണ് നമ്മളിന്ന് പ്രഭാഷണം ചെയ്യാൻ പോകുന്നത്. പല നക്ഷത്രക്കാർക്കും ദോഷവശമായി മാറാൻ സാധ്യതയുള്ള ഈ കാലഘട്ടം, അതായത് ജൂലൈ 27 മുതൽ 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയാണ് ശനി വക്രഗതിയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ പല നക്ഷത്രക്കാർക്കും ഇതിൻ്റെ ഒരു ഫലം അനുഭവിക്കുന്ന വളരെ ദുരിതം നിറഞ്ഞ കാലഘട്ടമായിരിക്കും. അത് ഏതൊക്കെ നക്ഷത്രമാണ്, എന്തൊക്കെ ദുരിതങ്ങളാണ് അവർക്ക് വന്നു ചേരുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ സൈലേഷ് സാരംഗസ്വാമി, ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠം, ഹൈദരാബാദ്. 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ പിന്നോക്കാവസ്ഥയിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രധാനമായും 11 നക്ഷത്രക്കാർക്കാണ് ഈ ചാരഗതി കൊണ്ട് ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്നത്. ഈ കാലയളവിൽ പല നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ശനി വക്രഗതിയിൽ ദോഷം വരുന്ന 11 നാളുകാരാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രേവതി, ഉത്രട്ടാതി, രോഹിണി, മകയിരം, ഉത്രം, അത്തം, അനിഴം, തൃക്കേട്ട, മൂലം, ഭരണി, പൂരാടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ശനിയുടെ ഈ വക്രഗതി അല്ലെങ്കിൽ ചാരഗതി കൊണ്ട് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കപ്പെടാൻ പോകുന്ന നക്ഷത്രക്കാർ. തൊഴിൽ തടസ്സങ്ങളാണ് മെയിനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ജോലി സ്ഥലത്ത് അനാവശ്യമായ സമ്മർദ്ദങ്ങളും തർക്കങ്ങളും ഉണ്ടായേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുമാറാത്ത ശാരീരിക അസ്വസ്ഥതകളും അലച്ചിലുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യാത്രാ ദുരിതങ്ങളാണ് മറ്റൊന്ന്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഉരുണ്ട് താഴെ വീഴാൻ കൊണ്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ശനിയുടെ ഈ വക്രഗതി കാലഘട്ടത്തിൽ. ഇനി മറ്റൊന്ന് നോക്കിയാൽ കുടുംബ കലഹങ്ങളാണ്. അടുത്ത ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ദോഷങ്ങൾ കുറയ്ക്കാനുള്ള പല പരിഹാര മാർഗങ്ങളും ജ്യോതിഷം നിർദ്ദേശിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ശനിയാഴ്ച വ്രതമാണെന്ന്. ശനിയാഴ്ചകളിൽ പൂർണ്ണമായോ ഭാഗികമായോ വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ശാസ്ത്ര ക്ഷേത്ര ദർശനം നല്ലതാണ്. ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ എള്ളുവിളക്കെന്ന് പറയും നീരാഞ്ജനം വഴിപാട് നടത്തുന്ന വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശനിദോഷം മാറുകാനെ കൊണ്ട്. പിന്നൊന്നുള്ളത് ഹനുമാൻ ഭജനമാണ്. ദിവസവും ഹനുമാൻ ചാലീസ ജപിക്കുകയോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയോ ചെയ്യുന്നത് അത്യുത്തമമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ശനിദോഷങ്ങളൊക്കെ മാറാൻ. ദാനധർമ്മങ്ങളാണ് മറ്റൊന്ന്. നിർധനരായ ആളുകൾക്കോ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കോ കറുത്ത വസ്ത്രം, ഭക്ഷണമെണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ശനിപ്രതിക്ക് അത്യുത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. മീനൻ രാശിയിൽ രേവതി നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിൽ സഞ്ചരിക്കുന്ന ശനി ഈ 2026 ജൂലൈ 27 രാത്രി 12:59 മുതൽ 137 ദിവസത്തേക്കാണ് വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് 2026 ഡിസംബർ 11 പുലർച്ചെ വരെ വക്രഗതിയിലായിരിക്കും. ഈ വക്രഗതി ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ദോഷഫലങ്ങൾ നൽകുമെങ്കിലും ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഇത് അതീവ ഗുരുതരമായ ദോഷകരമായിരിക്കും. മീനൻ രാശിയുടെ അവസാന ഭാഗത്തോടു കൂടി സഞ്ചരിച്ച് വക്രഗതി ആരംഭിക്കുന്ന ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലെത്തി തിരിച്ചാണ് നേർഗതിയിലേക്ക് വരുന്നത്. ശനിയുടെ ഈ വക്രഗതി കാലത്ത് നവംബർ 13 മുതൽ വക്രം തീരുന്നതുവരെ ചൊവ്വയുടെ വിശേഷാൽ ദൃഷ്ടി കൂടെ പതിക്കുന്ന അവസ്ഥയുണ്ട്. അത് വളരെയധികം ദോഷം ചെയ്യും. കേവലം ഏതാനും നാളുകാർക്ക് മാത്രം അനുഭവത്തിൽ വരാനുള്ള ഇത് പ്രവചനം എന്നതിലുപരി ലോകത്തെ ആകമാനം ബാധിക്കുന്ന ഒരു പ്രതികൂലമായ കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. ശനിയുടെ ഈ വക്രകാലം ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും ഭരണമാറ്റങ്ങൾ വരെ സംഭവിക്കാം. പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ യുദ്ധങ്ങൾ തുടങ്ങിയവ സംഭവിക്കാനുള്ള സാധ്യതയും ഈ കാലയളവിൽ വളരെയധികം കൂടുതലാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിനാണ് പ്രത്യേകിച്ച് ഈ കാലയളവിൽ ദോഷങ്ങൾ അനുഭവപ്പെടുന്ന ഒരു നക്ഷത്രം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ധനപരമായ തടസ്സങ്ങൾ, തൊഴിൽ രംഗത്ത് കാലതാമസം, തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ദാമ്പത്തിക അസംതൃപ്തി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവപ്പെടാം. മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ പോകാൻ സാധ്യതയുണ്ട്. നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളിലും ലക്ഷ്യത്തിലെത്തും മുമ്പേ അകന്നു പോകാനും സാധ്യതയുണ്ട്. ഇനി മറ്റൊരു നക്ഷത്രം രേവതിയാണ്. മാനസിക സംഘർഷം, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എല്ലുകൾക്കും പല്ലുകൾക്കും ക്ഷതം, വാതജന്യ രോഗങ്ങൾ എന്നിവയ്ക്കും വളരെയധികം സാധ്യതയുണ്ട്. രേവതി നക്ഷത്രക്കാർ സൂക്ഷിക്കണം. ഇനി മറ്റൊരു 2 നക്ഷത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അനിഴം, തൃക്കേട്ട എന്നിവരാണ്. അനിഴ നക്ഷത്രത്തിലും തൃക്കേട്ട നക്ഷത്രത്തിലും ജനിച്ചിട്ടുള്ളവർ തൊഴിൽ രംഗത്ത് വളരെ നല്ലതുപോലെ തിരിച്ചടികൾ നേരിടും.
തൊഴിൽ നഷ്ടം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വരാം. പണം കടം വാങ്ങേണ്ടതായിട്ട് വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ ബിസിനസ്സിൽ സാമ്പത്തിക മുടക്കുകൾ നടത്തുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. ഇനി മൂല നക്ഷത്രത്തിലേക്ക് പോയാൽ പല്ലുകൾക്ക് ചെറിയ ശസ്ത്രക്രിയകൾ ഈ കാലയളവിൽ വരാം. ആശുപത്രിവാസം, ഔഷധ സേവ എന്നിവ ആവശ്യമായി വരും. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുക്കുകയും അതിൻ്റെ ഫലമായി മാനസിക വിഷമം അനുഭവപ്പെടുകയും ചെയ്യും. പോലീസ് കേസുകൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇനി നമ്മൾ നോക്കുന്ന രോഹിണി നക്ഷത്രമാണ്. അകാരണമായ ഭയം, ധനനഷ്ടം, അടുത്ത ബന്ധുക്കൾക്ക് ദുരിതം, പഠനത്തിൽ അലസത, അനാവശ്യമായ വാക്കുതർക്കങ്ങൾ, ബിസിനസ്സിൽ ധനനഷ്ടം, ബന്ധുജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടൽ എന്നിവ സംഭവിക്കാം. ഉത്തര നക്ഷത്രത്തിലേക്ക് പോയ ബന്ധുജനങ്ങളുമായി അകൽച്ച, സന്താനങ്ങൾ മൂലം വിഷമം, ബന്ധുക്കളുമായി കലഹം, സാമ്പത്തിക ക്ലേശം, സഹപ്രവർത്തകർക്ക്, അയൽവാസികൾക്ക് എന്നിവരിൽ നിന്നും എതിർപ്പുകൾ വരെ ഉണ്ടാവാം. ഇനി അത്ത നക്ഷത്രക്കാർക്കാണ് തൊഴിൽ നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി, രോഗാവസ്ഥയിലുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ, ഉദ്യോഗാർത്ഥികൾക്ക് പ്രതികൂല ഫലങ്ങൾ എന്നിവയും ഉണ്ടാവാം. അവർക്ക് വണ്ടി, വാഹനം എന്നിവയിൽ നിന്നൊക്കെ അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇനി ചതയ നക്ഷത്രത്തിലേക്ക് പോയ ബന്ധുക്കൾക്ക് രോഗദുരിതം, തുടർന്ന് അലച്ചിൽ, പണച്ചെലവ്, മാനസികമായ നിരാശ, ചെറിയ അപകടങ്ങൾ സംഭവിക്കാൻ എന്നിവ സാധ്യത കാണുന്നു. ഇനി അശ്വതി നക്ഷത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ശനിയുടെ വക്രഗതി മൂലം സാമ്പത്തിക നഷ്ടങ്ങൾ, ജീവിത പങ്കാളിക്ക് രോഗദുരിതം, എതിരാളികൾ പ്രബലരായി വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾ നേരിടാം. ആരോഗ്യപരമായ കടുത്ത വിഷമതകളും രോഗദുരിതങ്ങളും അനുഭവിക്കാനിടയുള്ള കാലഘട്ടമാണ് ഈ ജൂലൈ 27 മുതൽ ഡിസംബർ വരെയുള്ള ഈ വരുന്ന മാസങ്ങളിലുള്ള കാര്യമാണ്. 2026 വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള നാളുകാർക്കാണ് ശനിയുടെ വക്രഗതി മൂലം കൂടുതൽ വിഷമതകൾ നേരിടാൻ സാധ്യതയുള്ളത്. മറ്റുള്ള നക്ഷത്രക്കാരെ ശനിയുടെ വക്രത സഞ്ചാരം കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ലെങ്കിലും ഈശ്വര വിശ്വാസത്തോടെ എല്ലാവരും മുന്നോട്ട് പോകുക. ശനിയുടെ ദോഷപരിഹാരത്തിന് പലവിധ മാർഗ്ഗങ്ങൾ നിലവിലുണ്ട്. വളരെ ലളിതവും കുറഞ്ഞ ചിലവിൽ സ്വയം ചെയ്യാവുന്നതുമായ പരിഹാരങ്ങളാണ് ഏറ്റവും ഉത്തമം. ഇതിലൊന്ന് 16 ഇഞ്ച് സമചരിതമുള്ള ഒരു കറുത്ത തുണി 8ആയി മടക്കി അതിൽ 8 ഒറ്റ രൂപ നാണയങ്ങൾ വെച്ച് ദോഷാധിക്യം പറഞ്ഞിട്ടുള്ള ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള നാളുകാർ അവരുടെ തലയിണക്കിടയിൽ വെക്കുക. എല്ലാ ശനിയാഴ്ച ഈ നാണയങ്ങൾ ദാനം ചെയ്ത ശേഷം പുതിയ 8 നാണയങ്ങൾ വയ്ക്കുക. ഉഴുന്നു ചേർന്ന ഭക്ഷണം ശീലമാക്കുക. നിത്യേന ഇരുമ്പ് കൊണ്ടുള്ള ഏതെങ്കിലും ആയുധം അല്പനേരം ഉപയോഗിക്കാനും ശ്രമിക്കുക. കവടി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, വിവാഹ മുഹൂർത്തങ്ങൾ, ജാതകം, ജാതകഗണന, സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ആഭിചാരദോഷങ്ങൾ, ഏലസുകൾ, യന്ത്രങ്ങൾ, ദേഹരക്ഷ എന്നുവേണ്ട എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് നമ്മളെ വിളിക്കേണ്ട നമ്പർ 9553049953. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.